السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب ولجميع المؤمنين والمؤمنات. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, സാബിഖീങ്ങളായ മഹത്തുക്കളായ ആളുകൾക്കുള്ള നേട്ടങ്ങളും വലതു കൈയിൽ ഏടുകൾ നൽകപ്പെടുന്ന അസ്ഹാബുൽ മൈമന, അസ്ഹാബുൽ യമീൻ, അവർക്ക് അല്ലാഹു തആല തയ്യാർ ചെയ്തിട്ടുള്ള സുഖസൗകര്യങ്ങളും പറഞ്ഞു. ഇനി ഇടത് കൈയിൽ കിതാബ് നൽകപ്പെടുന്ന അസ്ഹാബുൽ മഷ്അമ, അവരെ കുറിച്ചാണ് അസ്ഹാബുൽ ഷിമാൽ എന്ന് ഇനി പറയുന്നത്. ഇനി അതാണല്ലോ പറയാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅസ്ഹാബുശ് ശിമാലി മാ അസ്ഹാബുശ് ശിമാൽ ഫീ സമൂമിൻ വഹമീം വദില്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം إنهم كانوا قبل ذلك مترفين وكانوا يصرون على الحنث العظيم وكانوا يقولون أئذا متنا وكنا ترابا وعظاما أئنا لمبعوثون أبآباؤنا الأولون قل إن الأولين والآخرين لمجموعون إلى ميقات يوم معلوم ثم إنكم أيها الضالون المكذبون لآكلون من شجر من زقوم فمالئون منها البطون فشاربون عليه من الحميم فشاربون شرب الهيم هذا نزلهم يوم الدين نحن خلقناكم فلولا تصدقون. صدق الله العظيم. وأصحاب الشمال, ഇടത് കൈയിൽ ഏടുകൾ, നന്മതിന്മകൾ റെക്കോർഡ് ചെയ്ത കിതാബുകൾ നൽകപ്പെടുന്ന ആളുകളാകുന്നത്. മാ അസ്ഹാബു ഷിമാൽ, എന്താണ് അസ്ഹാബു ഷിമാൽ? എന്താണ് അവരുടെ ദുർഗതി? എന്താണ് അവരുടെ അവസ്ഥ? വല്ലാത്ത അവസ്ഥയാണ് അവരുടേത്. ഫീ സമൂമിൻ വഹമീം, അവർ ഫീ സമൂമിൻ, തീക്കാറ്റിലായിരിക്കും അവർ. സമൂം എന്ന് പറഞ്ഞാൽ റീഹുൻ ഹാറത്തും മിനന്നാർ, തീയിനാലുള്ള അതിശക്തമായ ചുടുകാറ്റ്. തൻഫുദ് ഫിൽ മസാമി, മസാം എന്ന് പറഞ്ഞാൽ രോമക്കുത്ത്, രോമകൂപങ്ങളിലേക്ക് തുളച്ചു കയറുന്ന തീക്കാറ്റുകളിലായിരിക്കും അവരുണ്ടാവുക. വഹമീമിൻ, തിളച്ചു മറിയുന്ന വെള്ളത്തിലും. മാഇൻ ശദീദിൽ ഹറാറ, സമൂം എന്ന് പറഞ്ഞാൽ റീഹിൻ ഹാറത്തിൻ മിനന്നാർ, ഹമീം എന്ന് പറഞ്ഞാൽ മാഇൻ ശദീദിൽ ഹറാറ, അതികഠിന ചൂടുള്ള പാനീയത്തിലുമായിരിക്കും അവർ. മാത്രവുമല്ല വദില്ലിൻ മിൻ യഹ്മൂമിൻ ദുഖാനിൻ ശദീദിസ് സവാദ്, കറുത്തിരുണ്ട, ശക്തമായ സവാദുള്ള, കറുത്തിരുണ്ട പുകയുടെ തണലിലും മറവിലുമായിരിക്കും അവർ. യഹ്മൂം എന്ന് പറഞ്ഞാൽ കറുത്തിരുണ്ട കട്ട പിടിച്ച പുക. ആ പുകയുടെ ലില്ലിലും നിഴലിലും തണലിലുമായിരിക്കും അവർ. തണലിലാണെന്ന് പറയുമ്പോൾ അവർക്ക് ചെറിയൊരു ആശ്വാസം കിട്ടുമെന്ന് മനസ്സിലാക്കണ്ട. ലാബാരിദിൻ വലാക്കരീൻ, ലാബാരിദിൻ, മറ്റ് തണലുകളെയും നിഴലുകളെയും പോലെ കുളിരും തണുപ്പും നൽകുന്ന തണലല്ല അസ്ഹാബു ഷിമാലിനിക്ക് അല്ലാഹു തആല കണക്കാക്കിയിട്ടുള്ളത്. ലാബാരിദിൻ, ഒരു തണുപ്പുമില്ലാത്ത, വലാക്കരീമിൻ, അധിക ഭീകരമായ, കാണാൻ അതിഭീകരമായ ഇരുണ്ടതായ
ലവലേശം തണുപ്പ് നൽകാത്തതായ നിഴലിലായിരിക്കും, കറുത്ത പുകയുടെ നിഴലിലായിരിക്കും അവരുണ്ടാവുക. ലാ ബാരിദിൻ കഗൈരിഹി മിനൽ ദിലാൽ, മറ്റ് ദില്ലുകളെ പോലെ, നിഴലുകളെ പോലെ, തണലുകളെ പോലെ തണുത്തതല്ല. വലാ കരീമിൻ, കാണാൻ ചന്തവും കുളിർമയേകുന്നതും അല്ല. ഹുസ്നിൽ മൻളർ, കാണാൻ ഭംഗിയുള്ളതല്ല. ഭീകര രൂപത്തിലുള്ള, അല്പം പോലും തണുപ്പേകാത്ത, കറുത്തിരുണ്ട് കട്ട പിടിച്ച പുകയുടെ നിഴലിൽ അതികഠിനമായ ചുടുവെള്ളത്തിൽ ശക്തമായി അടിച്ചു വീശുന്ന തീക്കാറ്റ്, ശരീരത്തിന്റെ ഉള്ളിലേക്ക് തുളച്ചു കയറുന്ന തീക്കാറ്റിലായിരിക്കും ആ അസ്ഹാബു ഷിമാൽ ഉണ്ടാവുക. ഇതെല്ലാം ഉൾക്കൊണ്ടിട്ട മാ അസ്ഹാബു ഷിമാൽ, എന്താണ് അവരുടെ ദുർഗതി എന്ന് അല്ലാഹു തആല ആദ്യം പറയുന്നത്. എന്താണ് ഇങ്ങനത്തെ ഒരു ദുർഗതിയിലേക്ക്, ഇങ്ങനത്തെ ഭീകരമായ അവസ്ഥയിലേക്ക് അസ്ഹാബു ഷിമാൽ എത്താൻ കാരണം? അല്ലാഹു തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. എന്താണ് അതിന്റെ കാരണം? ഒന്നാമത് പറയുന്ന കാരണം നമ്മളെല്ലാം ആശങ്കപ്പെടേണ്ട കാരണമാണ്. ആ കാരണം കൊണ്ട് മാത്രമാണ് ജനങ്ങൾ അസ്ഹാബു ഷിമാലാവുന്നതെങ്കിൽ, ഇടത് കൈയിൽ കിതാബ് നൽകപ്പെടുന്നവരാകുന്നതെങ്കിൽ, എന്റെ കൂട്ടുകാരികളെ, ഞാനും നിങ്ങളൊക്കെ അസ്ഹാബു ഷിമാലിൽ പെട്ടുപോകും. അല്ലാഹു തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. എന്താ അല്ലാഹു തആല പറയുന്നത്? അവർക്ക് ഈ ദുർഗതി വരാനുള്ള കാരണം, ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്റഫീൻ, ഇന്നഹും നിശ്ചയം അവർ, കാനു അവരായിരുന്നു, ഖബ്ല ദാലിക ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുൻപ്, അതിന് മുൻപ്, അഥവാ ഫിദ്ദുനിയ ദുനിയാവിൽ അവർ ആയിരുന്നു, മുത്റഫീന സുഖിച്ച് ജീവിക്കുന്നവരായിരുന്നു, സുഖാഡംബരങ്ങളിലും സുഖസൗകര്യങ്ങളിലും ആർമാദിക്കുന്നവരായിരുന്നു അവർ. മുനഅമീന അവരെല്ലാ നിഅമത്തുകളിലും മുഴുകി ജീവിക്കുന്നവരായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു ദുർഗതി വന്നത്. അവരാസ്വദിച്ച് തന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് സുഖിച്ച് മുന്നോട്ട് പോയി. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനിക്കുള്ള വഴിപ്പാടിൽ, അല്ലാഹു തആലാക്ക് ത്വഅത്ത് ചെയ്യുന്നതിൽ അവർ പ്രയാസങ്ങൾ സഹിച്ചില്ല. നമ്മുടെയൊക്കെ അവസ്ഥ തന്നെയല്ലേ? നമുക്ക് അല്ലാഹു തആല നൽകിയതായ അനുഗ്രഹങ്ങള്, സുഖസൗകര്യങ്ങള്, വീട്, വാഹനം, മക്കള്, സമ്പത്ത്, ആയുസ്, ആരോഗ്യം, ഇതെല്ലാം അല്ലാഹു തആല അവന്റെ വകയായിട്ട് കനിഞ്ഞേകിയതാണ്. ഇതൊന്നും നമ്മുടെ കഴിവുകൊണ്ട് നമ്മൾ ആർജിച്ചെടുത്തതല്ല. അവന്റെ മഹ്ളു ഫളല് കൊണ്ട് തികച്ചും ഓശാരമായി നൽകിയതാണ്. നമുക്ക് തോന്നിയേക്കാം, ഞാൻ പഠിച്ച എന്റെ കഴിവുകൊണ്ട് നേടിയെടുത്തതല്ലേ ഈ സ്ഥാനവും ഈ ജോലിയുമെല്ലാം. ഒരിക്കലുമല്ല. അല്ലാഹു തആലാന്റെ തീരുമാനമാണ്. നമ്മളെക്കാളും പഠിച്ച എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ, നമ്മളെക്കാളും ബിസിനസ് പാഠവുമുള്ള ആളുകൾ, ബിസിനസ് മൈൻഡുള്ള ആളുകൾ, നമ്മെക്കാളും ആരോഗ്യമുള്ള ആളുകൾ, നമ്മുടെ അത്രയും സമ്പത്തില്ലാതെ തൊലഞ്ഞു നടക്കുന്നവരുണ്ട്, പാപ്പരായവരുണ്ട്. എന്നാൽ തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ, ആരോഗ്യമില്ലാത്ത ആളുകൾ, അറിയപ്പെടാത്ത ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾ ഉയർന്ന സാമ്പത്തിക നിലയിലെത്തിയവരുണ്ട്. ഇങ്ങനെ സമ്പത്ത് നോക്കുകയാണെങ്കിലും മറ്റെന്ത് നേട്ടങ്ങൾ നമ്മൾ കൈവരിച്ചിട്ടുണ്ടോ, നമുക്ക് കിട്ടിയിട്ടുണ്ടോ, അതൊന്നും നമ്മുടെ കഴിവ് കൊണ്ടല്ല, എല്ലാം അള്ളാഹുവിന്റെ കഴിവാ. ആ അള്ളാഹു തആലാന്റെ ഖളാ പ്രകാരം മഹ്ളു ഫളൽ കൊണ്ട് നമുക്ക് കിട്ടിയതായ സുഖങ്ങളിൽ നമ്മൾ മതിമറന്ന് മുന്നോട്ട് പോവുകയാണ്. ലായത്ത് അബൂന, അസ്ഹാബ് ഷിമാലിനെ പറ്റി അള്ളാഹു തആല പറയുകയാണ്, അവര് തഅബുകള്, പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നില്ല, പ്രയാസപ്പെടുന്നില്ല. ഫിത്വാഅത്തി, ത്വാഅത്ത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങള്, ഉറക്കം ഒഴിവാക്കി രാത്രിയുടെ യാമങ്ങൾ അല്ലാഹു തആലാന്റെ മുമ്പിൽ സമർപ്പിക്കുക, നിന്ന് നിസ്കരിക്കുക, ഇത് അല്ലാഹു തആലാക്കുള്ള ത്വാഅത്താണ്. പക്ഷെ ആ ത്വാഅത്തിന് പ്രയാസമാണ്. നമുക്ക് രാത്രിയാകുമ്പോൾ ഉറക്കം വരും, ഉറങ്ങേണ്ടി വരും. നമ്മൾ സുഖമായിട്ട് ഉറങ്ങുകയാണ്. ആ സുഖം ഒഴിവാക്കിയിട്ട് നിന്ന് നിസ്കരിക്കാനോ ഖുർആൻ പാരായണം ചെയ്യാനോ നമ്മൾ പ്രയാസം സഹിക്കാൻ തയ്യാറാവുന്നില്ല, റിസ്ക് ഏറ്റെടുക്കുന്നില്ല. നമ്മൾ ഇനി രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്നില്ലെങ്കിലും സുബ്ഹിക്ക് മുമ്പെങ്കിലും എണീറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കണമെങ്കിൽ ചെറിയൊരു പ്രയാസം സഹിക്കണം. ആ പ്രയാസം സഹിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകുന്നില്ല. ആ സമയത്താണ് നമുക്ക് ഉറക്കം മുറുകുക.
സുഖനിദ്രയിൽ നമ്മൾ ഉറങ്ങുകയാണ്. മുത്രഫീന, സുഖിക്കുന്നവരാണ്. ലായത്ത് അബൂന, നമ്മൾ റിസ്ക് എടുക്കുന്നില്ല. അതിരാവിലെ എഴുന്നേറ്റ് ഉറക്കച്ചവടുകളൊക്കെ മാറ്റി ഖുർആൻ പാരായണം ചെയ്യാനോ പള്ളിയിലേക്ക് ജമാഅത്തിന് പോവാനോ മറ്റ് പുണ്യകർമ്മങ്ങൾ ചെയ്യാനോ നമുക്ക് താല്പര്യമില്ല. പ്രയാസങ്ങൾ സഹിക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മൾ സുഖിക്കുകയാണ്. ഭൗതിക വിദ്യാഭ്യാസവും സമ്പത്ത് ശേഖരണവും മറ്റുമായിട്ട് ഉയർന്ന ജോലിയും ഉയർന്ന വീടും ഉയർന്ന സൗകര്യങ്ങളും ഈ പറയുന്ന എനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഇതെല്ലാം നേടിയെടുക്കാനും വേണ്ടി നമ്മൾ അധ്വാനിക്കുമ്പോഴും ലായത്തഅബൂന ഫി ത്വാഅത്തി, അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന അവന്റെ ത്വാഅത്തിലേക്ക് സമയം വിനിയോഗിക്കാനോ നമ്മുടെ അധ്വാനം വിനിയോഗിക്കാനോ നമ്മൾ തയ്യാറാകുന്നില്ല. അതൊക്കെ റിസ്ക് ആയിട്ട് നമ്മൾ കാണുന്നു. ദുഹാ നിസ്കരിക്കാൻ വലിയ പ്രയാസം. കൃത്യമായിട്ട് നിസ്കാരം നിർവഹിക്കാൻ പോലും 5 വക്ത് നിസ്കാരം നിർവഹിക്കാൻ പോലും വലിയ പ്രയാസം കാണുന്ന ആളുകളുണ്ട്. എൻ്റെ സഹോദരിമാരോട് എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്, വീടുകളിലോ വല്ല പരിപാടികൾ അല്ലെങ്കിൽ എന്തെങ്കിലും യാത്രകളൊക്കെ ഉണ്ടാവുമ്പോൾ ആ യാത്രകളിലും വീടുകളിലെ കല്യാണ മറ്റു പരിപാടികളൊക്കെ ഉണ്ടാവുമ്പോൾ നിസ്കാരം ഖളാ ആക്കുന്നത് ഇന്ന് സർവ്വസാധാരണമായി മാറിയിട്ടുണ്ട്. നിസ്കാരം ഖളാ ആക്കാൻ ഒരു വകുപ്പും ഇസ്ലാം നൽകുന്നില്ലല്ലോ. അതികഠിന തെറ്റാണ്. എന്ത് പ്രയാസം സഹിക്കേണ്ടി വന്നാലും ഫ്ലൈറ്റ് തന്നെ മുടങ്ങിപ്പോവാണ്, യാത്ര തന്നെ ക്യാൻസലായി പോവുകയാണ്. എങ്കിലും നിസ്കാരം ഒഴിവാക്കാൻ പറ്റില്ല. ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും. സഹിക്കാൻ തയ്യാറാവണം. നിസ്കാരത്തിന്റെ കാര്യം അങ്ങനെയാണ്. മറ്റു വിഭാഗത്തുകളെ പോലെയല്ല. യാത്രയിലാകുമ്പോൾ കിബില അറിയില്ലല്ലോ, നിസ്കാരക്കുപ്പായില്ലല്ലോ, ഒതു എടുത്തിട്ടില്ലല്ലോ, ഒതു എടുക്കാൻ വെള്ളമില്ലല്ലോ, ഇങ്ങനെയുള്ള ഓരോ ന്യായങ്ങളൊക്കെ ഉണ്ടായേക്കാം. അല്ലെങ്കിൽ ഇപ്പോ ശുദ്ധമായ ഡ്രസ്സില്ലല്ലോ, ഡ്രസ്സിൽ കുട്ടി മൂത്രമൊഴിച്ചിട്ടുണ്ടല്ലോ, വേറെ ഡ്രസ്സുകളൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ പല ന്യായങ്ങളും ഉണ്ടാവും. അല്ലെങ്കിൽ ഹോസ്പിറ്റലിലല്ലേ, വലിയ തിരക്കിലല്ലേ, സ്കൂളിലല്ലേ, ബസ്സിലല്ലേ, ട്രെയിനിലല്ലേ, ഫ്ലൈറ്റിലല്ലേ, ഇവിടുന്ന് എങ്ങനെ നിസ്കരിക്കാനാ? അതൊന്നും നിസ്കാരം ഒഴിവാക്കാനുള്ള ഉതിറുകളല്ല. ഒരു ഉതിറും നിസ്കാരം ഒഴിവാക്കാനില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഫർദ് നിസ്കാരത്തിന്റെ കാര്യത്തിൽ തന്നെ അലസത കാണിക്കുന്നവരാണ് നമ്മൾ. അതിന്റെ പുറമെ നമ്മുടെ താല്പര്യത്തിന് യാത്രകള്, പരിപാടികള്, ഭൗതിക വിദ്യാഭ്യാസം, നമുക്ക് ജോലി തിരക്കുകള്, കുടുംബ പ്രശ്നങ്ങള്, കുടുംബ ഭാരങ്ങള്, ഇങ്ങനെ നമ്മൾ ദുനിയാവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ട് സുഖിക്കുകയാണ്. എന്തിനാ ഇത്രയും റിസ്ക് എടുത്ത് നമ്മൾ അധ്വാനിക്കുന്നതും ജോലി ചെയ്യുന്നതുമെല്ലാം? സമ്പത്തുണ്ടാക്കാൻ, ദുനിയാവിൽ കുടുംബത്തിനോടത്ത് സുഖിച്ച് ജീവിക്കാൻ. പെൺകുട്ടികളായ ആളുകൾ ഭൗതിക വിദ്യാഭ്യാസം പഠിക്കുമ്പോഴും മറ്റുമൊക്കെ അന്യപുരുഷന്മാരെ കാണണം. ഈ ഭൗതിക വിദ്യാഭ്യാസം മാത്രമല്ല, മതവിദ്യാഭ്യാസം ആണെങ്കിലും നിയമമൊത്ത രീതിയിലല്ലെങ്കിൽ ഒരുപാട് കുറ്റങ്ങൾ വരുമല്ലോ. അന്യപുരുഷന്മാരെ കാണണം, അവരെ സ്പർശിക്കേണ്ടി വരുന്നു, ഇഖ്തിലാത്തു റിജാലി വന്നിസാ ഉണ്ടാകുന്നു, അജ്നബിയായ പുരുഷന്മാരുമായിട്ട് ഖൽവത്ത് വരുന്നു. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ വരുന്ന കാര്യങ്ങൾ തന്നെയാ. ഇതൊന്നും ഒഴിവായിട്ട് വീട്ടിലിരിക്കാൻ സ്ത്രീകൾ തയ്യാറല്ല. എന്തുകൊണ്ട്? നമുക്ക് പഠിക്കണം, ഒരു ജോലി വാങ്ങണം, സമൂഹത്തിന്റെ ഇടയിൽ സ്ഥാനവും പേരും കിട്ടണം. എന്നാൽ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് അതിനെതിരെ വരുന്ന പരിഹാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്യാനും അതിന് റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറല്ല. ഇന്നഹും കാനു ഖബല ദാലിക മുത്തറഫീൻ. ദുനിയാവിൽ അവര് സുഖിക്കുന്നവരായിരുന്നു. ഇനി ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും കൂലി വാങ്ങണം കൃത്യസമയമാകുമ്പോൾ, അല്ലെങ്കിൽ ശമ്പളം വാങ്ങണം എന്ന ഒരു ചിന്തയല്ലാതെ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത പുലർത്തിയിട്ടോ കൃത്യത പുലർത്തിയിട്ടോ ഇഖ്ലാസോടുകൂടെ ഇതെനിക്ക് ഹലാലാവണമെങ്കിൽ ശരിയായ രീതിയിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കണമെന്ന ചിന്തയോ ഇത് ഹറാമാണോ ഹലാലാണോ എന്ന ചിന്തയോ ഒന്നുമില്ലാതെ എങ്ങനെയെങ്കിലും സമ്പാദിക്കുക. ഇനി ഇബാദത്തുകൾ ചെയ്യുകയാണെങ്കിലോ അതിന്റെ നിയമവശങ്ങളൊന്നും പഠിക്കാതെ അല്ലെങ്കിൽ പഠിച്ചത് പ്രാവർത്തികമാക്കാതെ അതൊരു നിസ്സാരമായി കണ്ടുകൊണ്ട് ഒരു കടമ നിർവഹണം എന്ന രീതിയിൽ എങ്ങനെയെങ്കിലും അങ്ങ് നിസ്കരിക്കുക, എങ്ങനെയെങ്കിലും
സക്കാത്ത് കൊടുക്കുക, എങ്ങനെയെങ്കിലും നോമ്പെടുക്കുക, എങ്ങനെയെങ്കിലും കർമ്മങ്ങൾ ചെയ്യുക. ഈ ഒരു അവസ്ഥയിലേക്ക് പറയുന്ന ഞാനും നിങ്ങളും മാറി. അവിടെ എല്ലാ ഷർത്തുകളും ഫർളുകളെല്ലാം പാലിച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിരിക്കാം, എങ്കിൽ നമ്മളത് എടുക്കൂല. നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു. അള്ളാഹുവിന്റെ താല്പര്യവും ദീനിന്റെ നിയമങ്ങളും നമ്മൾ അംഗീകരിക്കുന്നില്ല. സുഖിക്കുകയാണ് നമ്മൾ. ടെൻഷനുകളില്ല, പ്രയാസങ്ങളില്ല, ബുദ്ധിമുട്ടുകളില്ല. ഇന്നഹും കാനു ഖബ്ല ദാലിക മുത്രഫീൻ. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വകാനു, മാത്രമല്ല വകാനു, ആ അസ്ഹാബ് ശിമാലായിരുന്നു, യുസിറൂന, അവര് പതിവാക്കുന്നവരായിരുന്നു, അലൽ ഹിൻസിൽ അലീം, നിത്യമായവരായിരുന്നു, അലൽ ഹിൻസ്, ഹിൻസ് എന്ന് പറഞ്ഞാൽ ദംബ്, കുറ്റം, അൽ അലീം, വലിയ കുറ്റം, ഐ അശ്ശിർക്ക്, ഏറ്റവും മഹാ തെറ്റേതാണ് ഷിർക്ക്. അപ്പൊ ഷിർക്ക് എന്ന മഹാപാപത്തിന്റെ മേൽ അവർ നിലനിന്നവരായിരുന്നു. അതുകൊണ്ടാണ് അവർ അസ്ഹാബ് ഷിമാലായത്. ഈ ഒരു ആയത്ത് പറയുന്നത് നമുക്ക് വലിയൊരു പ്രതീക്ഷയാണ്. നമ്മളിൽ ആരിൽ നിന്നും ഷിർക്ക് വന്നിട്ടില്ല, വരില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷ. ഉറപ്പിക്കാനൊന്നും പറ്റില്ല. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വകാനു, മാത്രമല്ല ഈ അസ്ഹാബ് ശിമാലായിരുന്നു, യഖൂലൂന, അവർ പറയുന്നവരായിരുന്നു, അഇദാ മിത്ന വകുന്ന തുറാബൻ വഇളാമ, അഇദാ മിത്ന, ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ, എന്നിട്ട് വകുന്ന തുറാബൻ വഇളാമൻ, ഞങ്ങൾ തുറാബും ഇളാമും എല്ലും മണ്ണുമായി കഴിഞ്ഞാൽ, അഇന്നാ ലമബ്ഉസൂൻ, ഞങ്ങളെ ഉയർത്തി എഴുന്നേൽപ്പിക്കപ്പെടുകയോ പുനർജനിപ്പിക്കപ്പെടുകയോ, അസാധ്യം, ഒരിക്കലും സംഭവിക്കയില്ല എന്ന് പറയുന്നവരായിരുന്നു അവർ. ഇവിടെ അഇദ, അഇന്ന, ഫിൽ ഹംസതൈനി, രണ്ട് ഹംസകളിലും, ഫിൽ മൗദിഐനി, രണ്ട് സ്ഥലങ്ങളിലും രണ്ട് ഹംസ ഉണ്ട്. അഇദ എന്നിടത്തും രണ്ട് ഹംസ, അഇന്ന എന്നിടത്തും. ഈ രണ്ട് സ്ഥലങ്ങളിലും രണ്ട് ഹംസയിലുമുണ്ട്. അത്തഹ്ഖീഖു, തഹ്ഖീഖുമുണ്ട്. വതസ്ഹീലു സാനിയ, രണ്ടാമത്തേതിനെ തസ്ഹീൽ ചെയ്യലുമുണ്ട്. വഇദ്ഖാലു അലിഫിൻ ബൈനഹുമ, രണ്ട് ഹംസകൾക്കിടയിൽ അലിഫിനെ പ്രവേശിപ്പിക്കലുമുണ്ട്. അലൽ വജ്ഹൈനി, രണ്ടിനെ തഹ്ഖീഖാക്കുമ്പോഴും രണ്ടാമത്തേനെ തസ്ഹീലാക്കുമ്പോഴും, ആ രണ്ട് രീതിയിലും രണ്ടിന്റെയും ഇടയിൽ അലിഫ് കൊടുത്തിട്ടുള്ള ഖിറാഅത്തുകൾ, ഇതുപോലത്തെ ഖിറാഅത്തുകൾ ഒരുപാട് വന്നു. കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, മുമ്പ് പഠിച്ചിട്ടുണ്ട് എന്താണ് തസ്ഹീല് എന്നതൊക്കെ. അവർ ചോദിക്കുകയാണ്, ഞങ്ങൾ മരിച്ച് മണ്ണായി കഴിഞ്ഞാൽ പിന്നെ പുനർജനിപ്പിക്കപ്പെടുകയോ മടക്കി പടക്കുകയോ ഉയർത്തി എഴുന്നേൽപ്പിക്കപ്പെടുകയോ, ഞങ്ങളും ആബാഉനൽ അവ്വലൂന, ഞങ്ങളെ പൂർവികരായ പിതാക്കന്മാരെയും പുനർജനിപ്പിക്കപ്പെടുകയോ ഒരിക്കലും സംഭവിക്കയില്ല എന്ന് പറയുന്നവരായിരുന്നു അവർ. ബിഫത്ഹിൽ വാവി, ആബാഉന, ലിൽ അത്ഫി, ഈ വാവിനിക്ക് ഫത്ഹ്, വാവ് അത്ഫിന്റെ വാവാണ്. വൽ ഹംസത്തു, എന്ന ഹംസ ലിൽ ഇസ്തിഫാമി, ഇസ്തിഫാമിന്റെ ഹംസയാണ്. വഹുവ, ഈ ഹംസ, ഫീ ദാലിക, ആബാഉന എന്നുള്ള ഹംസയും, വഫീമാ ഖബലഹു, അതിന് തൊട്ട് മുൻപുള്ള അഇന്ന എന്നടുത്ത ഇസ്തിഫാമിന്റെ ഹംസയും, ലിൽ ഇസ്തിബആദി, വിദൂരമാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അറിയാൻ വേണ്ടി ചോദിക്കുകയില്ല. ഞങ്ങൾ മരിച്ചാൽ മണ്ണായി കഴിഞ്ഞാൽ പിന്നെ പുനർജനിപ്പിക്കുമോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കുകയില്ല. അതാണ് ഇസ്തിഫാമിന്റെ യഥാർത്ഥ അർത്ഥം. അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ. ഇവിടെ അങ്ങനെ എല്ലാ അർത്ഥത്തിനിക്കല്ല, അവര് വിദൂരമായി കാണുകയാണ്. ലിൽ ഇസ്തിബആദ്, ബഈദായി കാണാൻ. അങ്ങനെ സംഭവിക്കുകയോ ഒരിക്കലും ഉണ്ടാവില്ല. വഫീ ഖിറാഅത്തിൻ, മറ്റൊരു ഖിറാഅത്തിനുണ്ട്, ബി സുകൂനിൽ വാവി, വാവിനിക്ക് സുക്കൂൻ കൊടുത്തിട്ട് ഔ ആബാഉന എന്ന്. അപ്പോ അത്ഫിന്റെ ഔ ആയി. നേരത്തെ പറഞ്ഞത് വാവ് അത്ഫിന്റേത്, ഹംസ ഇസ്തിഫാമിന്റേത്. ഇപ്പത്തെ ഖിറാഅത്ത് ഔ അത്ഫിന്റെ ഹർഫ്, അത്ഫൻ ബി ഔ, ഔ കൊണ്ടുള്ള അത്ഫായിട്ട്. എങ്ങനെ ആയാലും വൽ മഅതൂഫ് അലൈഹി, അത്ഫിന്റെ ഹർഫ് വാവാട്ടെ ഔ ആവട്ടെ, മഅതൂഫ് അലൈഹി മഹല്ലു ഇന്ന വസ്മുഹ, മഹല്ലു ഇന്ന വസ്മിഹ, ഇന്നയുടെയും ഇന്നന്റെ ഇസ്മിന്റെയും മഹല്ലാണ് മഅതൂഫ്. ഇന്നയും ഇന്നന്റെ ഇസ്മും ചേർന്ന മർഫു ആയ മഹലിലേക്ക് അത്ഫ, ആബാഉന അല്ലെങ്കിൽ ഔ ആബാഉന. അപ്പൊ നിശ്ചയം ഞങ്ങളും ഔ ആബാഉന അല്ലെങ്കിൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും മരിച്ച് മണ്ണായി കഴിഞ്ഞാൽ ഉയർത്തി എഴുന്നേൽപ്പിക്കപ്പെടുകയോ ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് പറയുന്നവരായിരുന്നു അവർ. നബിയെ, ഖുൽ, അങ്ങ് പറയണം അവർക്ക് മറുപടിയായിട്ട്, ഇന്നൽ അവ്വലീന വൽ ആഖിരീന, ഇന്നൽ അവ്വലീന, നിശ്ചയം മുൻഗാമികളും, വൽ ആഖിരീന, പിൻഗാമികളും, ലമജ്മുഊന, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്നവർ തന്നെയാണ്. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇലാ മീഖാത്തി,
മീഖാത്ത് എന്ന് പറഞ്ഞാൽ മീമിയ മസ്ദർ ലിവഖ്തി യൗമിൻ മഅലൂം, ഒരു മഅലൂമായ ദിവസത്തെ, നിർണിത ദിവസത്തെ നിശ്ചയ സമയത്തിലേക്ക് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടും. ഏതാണ് ആ നിർണിത നാള്? യൗമുൽ മഅലൂം, യൗമുൽ ഖിയാമ. അപ്പൊ യൗമുൽ ഖിയാമയിലെ ഒരു നിശ്ചിത സമയത്തില് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുക തന്നെ ചെയ്യും എന്നങ്ങ് പറയണം. മാത്രവുമല്ല സുമ്മ ഇന്നക്കും, നിശ്ചയം അസ്ഹാബ് ഷിമാലെ നിങ്ങൾ, അയ്യുഹല്ലാലൂന, വഴികേടിലായ വലാലത്തിലായ ആളുകളെ, അൽ മുകദ്ദിബൂന, അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയും കളവാക്കിയ, പുനർജന്മത്തെയും ബഅസിനെയും യൗമുൽ ഖിയാമനെയും കളവാക്കിയതായ മുകദ്ദിബീങ്ങളായ ആളുകളെ, നിശ്ചയം നിങ്ങൾ ലആകിലൂന, നിങ്ങൾ ഭുജിക്കുക തന്നെ ചെയ്യും, ഭക്ഷിക്കുക തന്നെ ചെയ്യും, മിൻ ശജരിൻ മിൻ സഖൂം, അതികഠിനമായ കയ്പുള്ള സഖൂ മരത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കേണ്ടി വരും. ആഖിറത്തിൽ നരകത്തില് വിശപ്പ് സഹിക്കവയ്യാതിരിക്കുമ്പോ, അലറി വിളിക്കുമ്പോ അവർക്ക് നൽകപ്പെടും. ലആകിലൂന, അവർ ഭക്ഷിക്കും, മിൻ ശജരിൻ, ഒരു മരത്തിൽ നിന്ന് അവർ ഭക്ഷിക്കും. ഏത് മരം? അതായത് മിൻ സഖൂമിൻ, സഖൂ മരത്തിൽ നിന്ന്. ബയാനുൽ ഷജർ, ആ ഷജറിനിക്ക് ബയാനാണ് സഖൂം. ഏതാണ് മരം? സഖൂം എന്ന മരം. അതികഠിനമായ കയ്പുള്ള സഖൂ മരത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കേണ്ടി വരും. അത് ഭക്ഷിക്കുമ്പോഴോ, അങ്ങനെ അത് വിശന്ന് വലഞ്ഞ് നിങ്ങൾ സഖൂ മരം നൽകുമ്പോ അതിൽ നിന്ന് കായ്കനികളും മറ്റൊക്കെ പറിച്ച് നിങ്ങൾ ഭക്ഷിക്കും. ഫമാലിഊന, അങ്ങനെ നിങ്ങൾ നിറക്കും, മിൻഹ മിനശ്ശജരി, ആ മരത്തിൽ നിന്ന്, അൽ ബുതൂന, നിങ്ങളുടെ വയറുകളെ നിറക്കും. നിങ്ങൾ വയറ് നിറച്ച് ആർത്തിയോടുകൂടെ തിന്നും. തിന്നുമ്പോഴോ, തിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വയറ്റിലെത്തിക്കഴിഞ്ഞാൽ വയറാകെ കത്തിയാളും, ഭക്ഷിക്കേണ്ടില്ലായിരുന്നു എന്നൊരു നിലയിലേക്ക് നിങ്ങൾ എത്തും. അങ്ങനെയാവുമ്പോ ആ വയറിന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ നിങ്ങൾക്ക്, ദാഹം കൊണ്ടും വയറിന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ നിങ്ങൾ വെള്ളത്തിന് ആവശ്യപ്പെടുമ്പോ ഫശാരിബൂന, അവര് കുടിക്കും. അവരെ പറ്റി അല്ലാഹു തആല നേരിട്ട് അവരോട് ഖിതാബ് പറയാ, നിങ്ങൾ കുടിക്കേണ്ടി വരും. ഫശാരിബൂന, അങ്ങനെ നിങ്ങൾ കുടിക്കും. അലൈഹി ഐ അസ്സഖൂമിൽ മഅകൂൽ, ഭക്ഷിക്കപ്പെട്ട സഖൂമിന്റെ മേൽ. സഖൂം കഴിച്ച് അത് വായിൽ കെട്ടിയിട്ട് വയറിലേക്ക് ഇറങ്ങാതെ, അല്ലെങ്കിൽ വയറിൽ ഇറങ്ങിയത് വയറിൽ കിടന്ന അസ്വസ്ഥതകളും ചുട്ടുപൊള്ളലുകളും വയറിനെ കത്തിക്കലും ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ട് വയറിനെയും ആമാശയത്തെയും കുടലിനെയൊക്കെ ഉരുക്കലും കരിക്കലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അതൊക്കെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് അലൈഹി, ആ സഖൂമിന്റെ മേൽ നിങ്ങൾ കുടിക്കും. എന്താ കുടിക്കുക? മിനൽ ഹമീം, ഹമീമിന് അതികഠിനമായ ചൂടുള്ള വെള്ളം. ആ വെള്ളം കുടിക്കുമ്പോ ദാഹം ഒന്നുകൂടെ വർദ്ധിക്കുകയാണ്. വീണ്ടും ഈ പ്രശ്നങ്ങൾക്ക് എരിതീയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയുന്നത് പോലെ വീണ്ടും പ്രശ്നങ്ങളാണ്. അപ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഫശാരിബൂന, നിങ്ങൾ വീണ്ടും കുടിക്കും. ശുർബൽ ഹീം, ദാഹിച്ച് വലഞ്ഞ ഒട്ടകങ്ങൾ വെള്ളം മോന്തുന്നത് പോലെ നിങ്ങൾ മോന്തും. ശുർബൽ ഹീം, ഹീം എന്ന് പറഞ്ഞാൽ ദാഹിച്ച് വലഞ്ഞ ഒട്ടകം. ഷുർബ്, ഷെർബ്, രണ്ട് ഖിറാഅത്തുണ്ട്, രണ്ടായാലും മസ്ദറാണ്. ബിഫത്ഹി ഷീനി വളമ്മിഹ മസ്ദറു. ശുർബൽ ഹീമി, ഹീം എന്ന് പറഞ്ഞാൽ അൽ ഇബ്ലിൽ ഇത്വാഷ്, ദാഹിച്ച് വലഞ്ഞ ഒട്ടകം. ദാഹിച്ചു വലഞ്ഞ ഒട്ടകത്തിന്റെ മുമ്പിലേക്ക് വെള്ളം വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെള്ളത്തടാകത്തിലേക്ക് അതിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ തലയിട്ടിട്ടങ്ങ് പേന്തി കുടിക്കുന്നത് പോലെ, മോന്തി കുടിക്കുന്നത് പോലെ നിങ്ങൾ ഹമീം കുടിച്ചതിന്റെ പേരിലും സഖൂം കഴിച്ചതിന്റെ പേരിലും, സഖൂം കഴിച്ചതിന്റെ പ്രശ്നത്തിന് പരിഹാരമായിട്ട് ഹമീം കുടിക്കുമ്പോ അതിനാൽ ഉണ്ടായിത്തീരുന്ന പ്രയാസങ്ങൾ വേറെ, എല്ലാം കൂടെ ആയിട്ട് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് കുടിക്കേണ്ടി വരും. നിങ്ങൾ ആ പ്രയാസങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഒട്ടകങ്ങൾ മോന്തുന്നത് പോലെ മോന്തി കുടിക്കും. ഹീം എന്നുള്ളത് ഹൈമാനിന്റെ ജമ്മാണ്. ലിൽ ദക്കരി, പുരുഷനാവുമ്പോ ഹൈമാൻ എന്ന് പറയും. ഹൈമ എന്ന് പറയും ലിൽ ഉൻസ, സ്ത്രീകൾക്ക്. അത്ഷാന് അത്ഷ പോലെ, ഹൈമാന് ഹൈമ. വസ്നും മായനേക്കൊരു പോലെ തന്നെ. അത്ഷാൻ ദാഹിച്ചു വലഞ്ഞവൻ, അത്ഷ ദാഹിച്ചു വലഞ്ഞവൾ. ഇബില് ഒട്ടകം, ഹൈമാനിന്റെ ജം ആണ് ഹീം. അപ്പൊ ദാഹിച്ച് വലഞ്ഞ ഒട്ടകങ്ങള് കുടിക്കുന്നത് പോലെ നിങ്ങൾ കുടിക്കേണ്ടി വരും. ഹാദാ നുസുലുഹും യൗമുദ്ദീൻ, ഹാദാ നുസുലുഹും യൗമുദ്ദീൻ, ഇതാണ് യൗമുദ്ദീനിൽ, യൗമുൽ ജസാഇൽ, യൗമുൽ ഖിയാമയിൽ, പ്രതിഫല നാളിൽ അല്ലാഹു തആല നിങ്ങൾക്ക് തയ്യാറാക്കി വച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് അല്ലാഹു തആല ഒരുക്കിയിട്ടുള്ള സൽക്കാരം. ഹാദാ നുസുലുഹും, ഇതാണ് നിങ്ങൾക്കുള്ള സൽക്കാരം. നുസുൽ എന്ന് പറഞ്ഞാൽ അതിഥികൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കപ്പെടുന്ന കാര്യങ്ങൾ. മാ ഉഇദ്ദ ലഹും, അവർക്ക് തയ്യാറാക്കപ്പെട്ട ഒന്ന്. എന്ന് യൗമുദ്ദീനി, യൗമുൽ ഖിയാമ,
യോമൽ ഖിയാമയിൽ അവർക്ക് തയ്യാർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതാണ് എന്നവരോട് പറയപ്പെടും. അല്ലാഹു തആല പറയുന്നു, നഹ്നു ഖലഖ്നാകും, നമ്മളാണ് നിങ്ങളെ പടച്ചത്, ഔജദ്നാകും മിൻ അദമിൻ, ശൂന്യതയിൽ നിന്ന്, ഇല്ലായ്മയിൽ നിന്ന് നിങ്ങളെ പടച്ചവൻ നമ്മളാണ്. എന്നിട്ടും ഫലൗലാ തുസദ്ദിഖൂന, നിങ്ങൾ ആ പുനർജന്മത്തെ വാസ്തവമാക്കുന്നില്ലല്ലോ, അംഗീകരിക്കുന്നില്ലല്ലോ, വിശ്വസിക്കുന്നില്ലല്ലോ. ഇല്ലായ്മയിൽ നിന്ന്, ഒന്നുമില്ലാത്ത ശൂന്യതയിൽ നിന്ന് നിങ്ങളെ പടച്ചവൻ ഞാനല്ലേ, എനിക്കെന്താ നിങ്ങളെ വീണ്ടും പടക്കുന്നതിന് പ്രശ്നം എന്ന് നിങ്ങൾ ചിന്തിക്കണ്ടേ? ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് നിങ്ങളെ പടച്ചത് ഞാനാണ്. എന്നിട്ടും ഫലൗലാ തുസദ്ദിഖൂന, എന്താ നിങ്ങൾ വിശ്വസിക്കാത്തത് പുനർജന്മത്തെ? ഔജദ്നാകും മിൻ അദമിൻ ഫലൗലാ ഹല്ലാ തുസദ്ദിഖൂന ബിൽ ബഅസ്, എന്തുകൊണ്ട് നിങ്ങൾ പുനർജന്മത്തെ വിശ്വസിക്കുന്നില്ല? വിശ്വസിക്കേണ്ടേ നിങ്ങൾ? കാരണം ഇതിൽ ഖാദിറു അലൽ ഇൻഷാഇ, ഇല്ലായ്മയിൽ നിന്ന് തുടക്കത്തിൽ ഉണ്ടാക്കാൻ കഴിവുള്ള ഖാദിറായ വ്യക്തി, ഖാദിറുൻ, അവൻ കഴിവുള്ളവനാണല്ലോ, അലൽ ഇആദ, രണ്ടാമത് ആവർത്തിക്കാൻ. ഒരു കാര്യം തുടങ്ങിയിട്ട് ഫസ്റ്റായിട്ട് ചെയ്യാനാണല്ലോ പ്രയാസം. ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എക്സ്പീരിയൻസ് ആയി, പരിചയമായി. അത് പിന്നെ ആവർത്തിച്ച് ചെയ്യാൻ, രണ്ടാമത് ചെയ്യാൻ അത്ര പ്രയാസമല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ രീതിയിൽ ചിന്തിക്കണ്ടേ? അല്ലാഹു തആലക്ക് ആദ്യം പടക്കലോ രണ്ടാമത് പടക്കലോ എല്ലാം ഒരുപോലെ തന്നെയാണ്. നമ്മൾ യാസീനിൽ നമ്മൾ പറഞ്ഞു, കുൻ ഫയക്കൂൻ. അല്ലാഹു തആല കുൻ എന്ന് ഇറാദത്ത് ചെയ്യുന്നു, ഫയക്കൂനു, ഏത് മഹാസൃഷ്ടിയാണെങ്കിലും ഫയക്കൂനു, ആ വസ്തു അവിടെ ഉണ്ടാവും. ഇത്രേ അല്ലാഹു തആലക്ക് ആവശ്യമുള്ളൂ പടക്കാൻ. അപ്പൊ ആദ്യത്തേത് രണ്ടാമത്തേത് എന്നതൊന്നും അല്ലാഹു തആലയെ സംബന്ധിച്ചിടത്തോളം വ്യത്യാസമില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല പറയുക, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ മനസ്സിലാക്കുമ്പോ ആദ്യം ചെയ്യാനല്ലേ പണി, അതല്ലേ ബുദ്ധിമുട്ട്, രണ്ടാമത് ചെയ്യാൻ സിമ്പിൾ അല്ലേ? അപ്പൊ നിങ്ങൾ എന്തായാലും പുനർജന്മം ഉണ്ടാവുമെന്നല്ലേ വിശ്വസിക്കേണ്ടത്? കാരണം ആദ്യം ഒന്ന് അല്ലാഹു തആല നിങ്ങളെ പടച്ചല്ലോ, ആ റബ്ബിനി എന്തായാലും രണ്ടാമത് പടക്കാൻ കഴിവുള്ളവനാണ് എന്നല്ലേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ നിങ്ങൾ പറയുന്നതോ, അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമൻ അഇന്നാ ലമബ്ഉസുൻ, ഇതല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? നഹ്നു ഖലഖ്നാകും, നമ്മളാണ് നിങ്ങളെ പടച്ചത് എന്നതിന്റെ തഫ്സീറിൽ ബഹുമാനപ്പെട്ട മുഫസ്സിർ റഹ്മത്തുള്ളാഹി എടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഔജദ്നാകും മിൻ അദമിൻ, അദമിൽ നിന്ന് നമ്മൾ നിങ്ങളെ ഉണ്ടാക്കിയെടുത്തു. അതിനെ ഖൽഖ് എന്ന് പറയുക. ലൈസിൽ നിന്ന് ഐസിലേക്ക് കൊണ്ടുവരിക, ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് കൊണ്ടുവരുന്നതിനേക്കാണ് ഖൽഖ് എന്ന് പറയാം. ഒന്നുമില്ലാത്തയിടത്ത് നിന്ന്, ശൂന്യതയിൽ നിന്നൊരു വസ്തു കൊണ്ടുവരണം, അതിനേക്കാ ഖൽഖ് എന്ന് പറയുക. എന്തെങ്കിലും വസ്തുക്കള് കുറച്ച് പാർട്സുകൾ ഉണ്ടായിട്ട് അത് കൂട്ടി യോജിപ്പിച്ചിട്ടോ ഘടിപ്പിച്ചിട്ടോ രൂപപ്പെടുത്താൻ ആർക്കും കഴിഞ്ഞു എന്ന് വരും, അതിനൊക്കെന്ത് പറയില്ല? ഖൽഖ് എന്ന് പറയില്ല. ഒന്നുമില്ലാത്തിടത്തിൽ നിന്നും, ശൂന്യതയിൽ നിന്ന് കൊണ്ടുവരണം. ശൂന്യത എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാത്തയിടത്തു നിന്ന് ഉണ്ടാക്കണം, അതിനൊക്കെ ഖൽഖ് എന്ന് പറയാം. ആ ഖൽഖ് അല്ലാഹു തആലക്ക് മാത്രം. പേരിന് പോലും ഒരാൾക്കും ഖാലിഖ് എന്ന് പറഞ്ഞുകൂടാ. അല്ലാഹു തആലാന്റെ മറ്റു ചില വസ്ഫുകൾ പേരിനെങ്കിലും നമ്മൾ നമ്മളെ പറ്റി പറയാറുണ്ട്. അല്ലാഹ് സമീആണ്, ബസീറാണ്, മുതകല്ലിമാണ്. നമ്മളും പറയും ഞാനും സമീഅ, എനിക്കും കേൾക്കാൻ കഴിയും, എനിക്കും കാണാൻ കഴിയും, സംസാരിക്കാൻ കഴിയും എന്നൊക്കെ നമ്മൾ പറയും. അതൊന്നും യഥാർത്ഥത്തില് ശരിയല്ല. എന്നാലും പേരിനെങ്കിലും നമുക്ക് പറയാലോ. ഞാനാണ് റാസിഖ്, എന്റെ ഭാര്യക്ക് ഭക്ഷണം കൊടുക്കുന്നവൻ ഞാനാണ് എന്നൊക്കെ ഞാൻ ഇങ്ങനെ സാധാ ഒരു സംസാരിക്കുന്ന കൂട്ടത്തിലെങ്കിലും പറയാറുണ്ടല്ലോ. യാഥാർത്ഥ്യം എന്താണെന്ന് ഇരിക്കട്ടെ, വേറെ വിഷയം. പക്ഷേ ഖാലിഖാണ്, സ്രഷ്ടാവാണ് എന്ന് പേരിന് പോലും ഒരാൾക്കും പറയാൻ സാധ്യമല്ല. ഖാലിഖിയത്താണ് ഇബാദത്തിന്റെ മാനദണ്ഡം. യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബകുമുല്ലദീ ഖലഖകും, നിങ്ങളെ ഖൽഖ് ചെയ്ത, ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കിയതായ, അതാണ് സ്രഷ്ടാവ്, അതാണ് ഖാലിഖ്. അങ്ങനെ ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കാൻ കഴിവുള്ള നിങ്ങളുടെ റബ്ബിനിക്ക് നിങ്ങൾ ഇബാദത്ത് എടുക്കണം. ഇബാദത്തിന്റെ മാനദണ്ഡം ഖൽഖാണ്, ഖാലിഖിയത്ത്, ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കാൻ കഴിവുണ്ടാവുക എന്നത്. അത് അല്ലാഹുവിനിക്കല്ലാതെ വേറെ ഒന്നിനിക്കും പേരിന് പോലും പറയാൻ പറ്റില്ല, ആലങ്കാരികമായിട്ട് പോലും പറ്റില്ല. അതാണ് ഖൽഖിന്റെ അർത്ഥം. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും കാണിക്കുമ്പോഴേക്കും അതൊക്കെ ഇബാദത്തിനിക്ക് അർഹനാണ് എന്നൊന്നും മനസ്സിലാക്കരുത്. ഓക്കെ, നമ്മളതൊക്കെ പഠിക്കണം. ഇബാദത്തിന്റെ അർഹത ബാധിച്ചുകൊണ്ട് ഇനി ദജ്ജാൽ വരാനുണ്ട്. അല്ലാഹു തആല അവന്റെ ശർറിനെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ആളുകളൊക്കെ ജീവിപ്പിച്ചിട്ട് അവനെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും അവൻ. അപ്പോ
ഖാലിഖിയത്ത് വാദിച്ചിട്ട് ഇലാഹിയത്ത് വാദിച്ചിട്ട് വരും, ഇലാഹാണെന്ന് പറഞ്ഞു വരും. ഇലാഹിന് ആവാനുള്ള മാനദണ്ഡം ഖാലിഖിയത്ത, ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കലാണ്. മരിച്ചുപോയ മണ്ണായ ഒരുത്തനെ, മരിച്ചു കിടക്കുന്ന ഒരുത്തനെ ജീവിപ്പിക്കല്, അതിനല്ല ഖൽഖെന്ന് പറയുക. അത് മാത്രമല്ല, അപ്പോ എന്തെങ്കിലും മന്ത്രങ്ങളോ മായാജാലങ്ങളോ അഭ്യാസങ്ങളോ കൺകെട്ടുകളോ കാണിക്കുമ്പോഴേക്ക് ദൈവമാണെന്നും പറഞ്ഞ് ആൾദൈവങ്ങളുടെ കൂടെ പോകുന്നവരൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ബോധവാന്മാരാവണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അസ്ഹാബു ശിമാലിൽ നിന്ന് നമ്മയും വേണ്ടപ്പെട്ട എല്ലാവരെയും